നമ്മൾ പറമ്പിലൊന്ന് പോയിട്ട്, അതായത് നമുക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി നോക്കുമ്പോൾ ഇപ്പോൾ കുറേ ദിവസമായി പോയിട്ട് ചെന്ന് നോക്കുമ്പോൾ നിറച്ച് പലതരം കായകളൊക്കെ ഉണ്ടായിട്ട് കണ്ടു കേട്ടോ. ഇത് കുറുക്കൻ മത്തങ്ങ എന്നാണ് ഞങ്ങളിവിടെ പറയുക. പക്ഷെ അത് പൊട്ടിച്ച് നോക്കുമ്പോൾ അത് ചള്ളായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരാഴ്ച കൂടിയൊക്കെ കഴിഞ്ഞ് ചിലപ്പോൾ മൂക്കുണ്ടാവും തോന്നും. ഞാൻ അച്ചുവിന് കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി പൊട്ടിച്ച് നോക്കിയതാണ്, അപ്പോൾ അത് ചള്ളായിരുന്നു. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു തരം കായ. അത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ പൊട്ടിച്ച് കളിച്ചിരുന്നൊരു സാധനമാണ്. അതിന് ഞങ്ങളവിടെ ഞെട്ടങ്ങ എന്നാണ് പറയുക. പല സ്ഥലത്തും പല പേരാട്ടോ അതിന്. ഞെട്ടങ്ങ ഇത് നല്ല മൂത്തൊരെണ്ണം കിട്ടി. ചിലയിടത്ത് കുഞ്ഞിത്തക്കാളി എന്ന് പറയും. ഇത് കയ്യിലിട്ട് ഇങ്ങനെ ഞെക്കി കളിക്കാൻ നല്ല രസമാണത്. ഞങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ കളിച്ചിരുന്നു ഇതായിട്ട്. ഇതിൻ്റെ ഒരുപാട് ചെടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, കുറേ ഉണ്ട്. അപ്പോൾ അതിലത്തെ ഒന്ന് നല്ല മൂത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പൊട്ടിച്ചിട്ട് അച്ചുവിന് കൊടുത്തു, അവന് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറുക്കൻ മത്തങ്ങ അതുപോലെ അവിടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. അത് പഴുത്തിട്ടുണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറുണ്ടാവും. ഇതുപോലെ തന്നെ ഞെട്ടങ്ങി അതെ ഒരുവിധം മൂപ്പത്തി അതുപോലൊരു മഞ്ഞ കളർ ഇങ്ങനെ കാണാം. കുറുക്കൻ മത്തങ്ങ പറയുന്നത് വലിയ കായ. അത് ഇതുണ്ടോ ഒക്കെ ചള്ളാണ്, ഒന്നും മൂത്തിട്ടില്ല. നല്ല പഴുത്ത് കഴിഞ്ഞിട്ട് നല്ല മഞ്ഞ കളറിലാണ് ഉണ്ടാവുക. നല്ല മണമാട്ടോ ഉണ്ടാവുക, നല്ല രസം അത് കഴിക്കാൻ. ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. പിന്നെ ഇത് ഞങ്ങൾ പറമ്പിലേക്ക് വെറുതെ ഒന്ന് നോക്കാൻ വന്നതാണ്, സ്ഥലം മേടിച്ചിട്ട്. പിന്നെ ഈ പൂവ് അറിയോ, നമ്മൾ ചെറുപ്പത്തിലൊക്കെ കാക്കയാണോ പൂച്ചയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ പൂവ് പൊളിച്ച് നോക്കിയാൽ അതിൻ്റെ കളറ്, അതിൻ്റെ അടിയിലത്തെ ആ ഒരു നാരിൻ്റെ കളറ് മാറ്റം, ആ സംഭവം